ക്ഷേത്രഭൂമി കയ്യേറാനുള്ള നീക്കമാണ്. തിരുപ്രം കുണ്ട്രമൊന്നും നമ്മൾ മറന്നിട്ടില്ല. അതിൻ്റെ വേദന നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുമില്ല. അപ്പോൾ അത്തരത്തിൽ തന്നെ പലയിടങ്ങളിലും നമ്മുടെ രാജ്യത്തിനകത്ത് പലയിടങ്ങളിലും അറിയാതെ ഒരു മനുഷ്യ കുഞ്ഞുപോലും അറിയാതെ കടന്നു ചെന്ന് ഇത്തരത്തിൽ ഭൂമിയൊക്കെ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടാകും കുരിശു കൃഷി. നീതിയുടെ ചിഹ്നമായിട്ടാണ് ക്രൈസ്തവർ കുരിശിനെ കാണുന്നത്. ആ കുരിശ് ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലും അത് സ്ഥാപിച്ചുകൊണ്ട് ആ ഏരിയ തന്നെ വളച്ചു കെട്ടിയെടുത്ത് അവരുടേതാക്കി മാറ്റുന്നതിനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ കുരിശ് കൃഷി എന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് 2025 പരുന്തുംപാറയിലാണ് ഏറ്റവും ഒടുവിലൊരു വാർത്ത വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത്. ഇപ്പോൾ ഇത് പറഞ്ഞതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. തൃപ്പൂണിത്തുറയിൽ ക്ഷേത്രഭൂമി കയ്യേറി അതൊരു ആരാധനാലയമാക്കി മാറ്റാനായിട്ട് ക്രൈസ്തവ പക്ഷം ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ വാർത്തകൾ, റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭൂമി കയ്യേറുന്നത് ഹൈന്ദവൻ്റേതായതുകൊണ്ട് തന്നെ, ഹിന്ദുമത വിശ്വാസികളുടേതായതുകൊണ്ട് തന്നെ ആർക്കും വേദനിക്കുകയൊന്നുമില്ല. വിശ്വാസികൾക്കല്ലാതെ മറ്റാർക്ക് വേദനിക്കാനാണ്? പുരോഗമനമൊക്കെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്കും ഹിന്ദുവിൻ്റെ ഭൂമിയും ഒക്കെ കയ്യേറിയാൽ മാത്രമാണ് പുരോഗമനമാവുകയുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളവരാണ് കേരളത്തിൽ ഉടനീളമുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ. തൃപ്പൂണിത്തുറയിൽ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, ഈ സ്ഥാപനത്തെ ആരാധനാലയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപലപനീയം. വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അവിടെ കുട്ടികൾ വരട്ടെ, വിദ്യ അഭ്യസിക്കട്ടെ. വിദ്യ ആർക്ക് നൽകിയാലും എത്രയോ പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ വിദ്യാഭ്യാസം നടത്തുന്നതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ അത് പിന്നീട് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരാധനാലയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭൂമി മുഴുവൻ വളച്ചു കെട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പള്ളിപ്പറമ്പുകാവ്, അതിനെ പ്രാദേശികമായിട്ട് പിഷാരിക്കോവിൽ എന്നാണ് ആ ഭാഗത്തിന് പറയുന്നത്. അപ്പോൾ അവിടെ ദേവസ്വത്തിൻ്റെ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന സെനാന മിഷൻ എയ്ഡഡ് LP സ്കൂൾ, ഈ സ്കൂളിലാണ് ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ നടന്നു വരുന്നത്. 1917 കൊച്ചി രാജാവ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അനുവദിച്ചതാണ് സത്യത്തിൽ ഈ ഭൂമി എന്നുള്ളതാണ് വാസ്തവം. ദശാബ്ദങ്ങളായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകിയ വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിന് നിലവിൽ 23 കുട്ടികളും 4 അധ്യാപകരും മാത്രമാണ് ഉള്ളത്. സ്കൂളിൻ്റെ മുമ്പിൽ CSI സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് തൃപ്പൂണിത്തുറ എന്ന ബോർഡ് സ്ഥാപിക്കുകയാണ് ഒടുവിൽ. 23 കുട്ടികളും 4 അധ്യാപകരും മാത്രമായി അവശേഷിക്കുന്ന ഒരു സ്ഥാപനം. ഈ സ്ഥാപനം അവിടെ ചർച്ചാക്കി മാറ്റണം. ഈ ചർച്ചാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത മട്ടില്ല അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ഒരു ബോർഡ്. CSI സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് തൃപ്പൂണിത്തുറ എന്ന ബോർഡ് സ്ഥാപിക്കുന്നു. ഇത് സ്ഥാപിച്ചതോടുകൂടി പ്രദേശവാസികളെല്ലാം തന്നെ, വിശ്വാസികളായിട്ടുള്ളവരെല്ലാം തന്നെ വരുന്നു, അത് ആരാധനാലയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാക്കുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഈ ബോർഡ് എടുത്തു മാറ്റി. പക്ഷേ ബോർഡ് മാറ്റിയത് കൊണ്ട് മാത്രം അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സ്കൂൾ വളപ്പിൽ കെട്ടിടങ്ങൾ പള്ളിക്ക് അനുയോജ്യമായ രീതിയിൽ ഇപ്പോൾ പുതുക്കി പണിയുന്നുണ്ട്. ഈ പുതുക്കി പണിയുന്നതിനെതിരെ തൃപ്പൂണിത്തുറ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോപ്പ് മെമ്മോ നൽകി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇപ്പോൾ പള്ളി നിർമ്മിച്ച ശേഷം സ്കൂൾ നിർത്തലാക്കി ഭൂമി കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുള്ള ആളുകളുടെയൊക്കെ വാദം. പരാതി നൽകിയിരിക്കുന്നതിൽ ഒരാളുടെ പേര് KV ശിവൻ എന്നാണ്. ഇദ്ദേഹം നൽകിയിരിക്കുന്ന പരാതിയിലാണ് ഇത്രയും വിവരങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. 1958 CSI സർവേ രേഖകൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് മാനേജ്മെൻറ്റ് അവകാശപ്പെടുന്നത്. സ്വാഭാവികമാണ് അവകാശവാദം. പക്ഷേ ഇത് എന്തിനു വേണ്ടി ഈ ഒരു കാര്യം, ഈ ഭൂമി നൽകി, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കാനായിരുന്നു എന്നുള്ള കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഉടമസ്ഥാവകാശം
സെനാന മിഷൻ മറ്റാർക്കും കൈമാറിയതായിട്ട് രേഖകളൊന്നുമില്ല. സ്കൂൾ അല്ലാതെ മറ്റൊന്നിനും ഈ ഭൂമി ഉപയോഗിക്കാൻ നിയമമില്ല എന്നുകൂടി ഈ പരാതിക്കാരനായിട്ടുള്ള KV ശിവൻ എന്ന് പറയുന്ന വ്യക്തി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാത്രം 1917 കൊച്ചി രാജാവ് പതിച്ചു നൽകിയ ഭൂമി, ആ ഭൂമി സത്യത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മറവ് പിൻപറ്റിക്കൊണ്ട് ഇപ്പോൾ അവിടെ ഒരു ആരാധനാലയം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഈ പരാതിക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭൂമി, അവിടെ വിദ്യാഭ്യാസം നിർത്തുകയാണ്, സ്കൂൾ പ്രവർത്തനം നിലയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭൂമി സ്വാഭാവികമായിട്ടും ദേവസ്വത്തിനോ സർക്കാരിനോ തിരികെ നൽകണം എന്നുള്ളതാണ്. അപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ്. ഈ ഭൂമിയിലാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലുള്ളത് കൊണ്ട് അവർ ചർച്ചിലേക്ക് മാറ്റാൻ, അതായത് ഒരു ക്രൈസ്തവ ആരാധനാലയമാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പല ഭാഗങ്ങളിലും പലയിടങ്ങളിലും ഒക്കെ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഹൈന്ദവൻ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസി അതുമായി ബന്ധപ്പെട്ട് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വർഗീയത എന്ന് പറയും. ഒരുപക്ഷെ ഇത് പറയുമ്പോഴും ഇത് വർഗീയമായി പറയുന്നു എന്ന് പറയും. പക്ഷേ എന്തിനാണ് ഈ ഭൂമി നൽകിയത് എന്നുള്ളത് വളരെ പച്ചയായി തുറന്നു കാണിക്കപ്പെടുന്നുണ്ട്. അതും നിലയ്ക്കുമ്പോൾ അവിടെ ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. ആ ക്ഷേത്രഭൂമിയാണ്, ഈ ക്ഷേത്രഭൂമിയോട് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരാധനാലയം നിർമ്മിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഇവർ പോകുന്നത്. ഇതേ രീതിയിൽ തന്നെയല്ലേ പലയിടങ്ങളിലും കുരിശ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇടുക്കിയിലെ പരുന്തുംപാറയിലാണ്. അത് സർക്കാർ ഭൂമിയാണ്. ഈ സർക്കാർ ഭൂമിയിൽ അനധികൃത നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയതിന് പിന്നാലെയാണ് കുരിശിന്റെ പണി തന്നെ പൂർത്തിയാക്കിയത്. അപ്പോൾ നിർഭയം ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷം എന്നുള്ള ഒരു അവകാശം, ആ അവകാശത്തിന്റെ ബലം പിൻപറ്റിക്കൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള ശരിയല്ലാത്ത പ്രവർത്തനങ്ങൾ, ആ ശരിയല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും പരസ്പരമുള്ള പ്രശ്നങ്ങൾ പഴിചാരലുകളും ഒക്കെ ഉണ്ടാവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ അത് എന്തിനാണോ നൽകിയത്, എന്തിനു വേണ്ടി നൽകിയോ ആ രേഖകൾ മാറ്റാതെ അത് കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, അത് തിരിച്ചു നൽകുക എന്നുള്ള ഒരു സ്വാഭാവിക സാമാന്യ മര്യാദകളൊക്കെയുണ്ട്. അത് ചെയ്യാതെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമൂഹത്തിൽ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ, അതും ഹൈന്ദവന്റെ നെഞ്ചത്തോട്ട് കയറുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്നും സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പും നമുക്കറിയാം 2017 കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ ഈ ഹില്ലി ഏരിയകൾ, അതായത് മലമ്പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ കുരിശു കൃഷി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വലിയ രീതിയിൽ വിമർശന വിധേയമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് പൊളിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്? അത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഒരു വിശ്വാസത്തെയും അപമാനിക്കാനോ അത്തരത്തിൽ ആക്ഷേപിക്കാനോ ഒന്നുമല്ല. പക്ഷെ ഒരാളുടെ വിശ്വാസപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമി, ആ ഭൂമി കയ്യേറിക്കൊണ്ട്, ക്ഷേത്രഭൂമി കയ്യേറിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോകുന്നത് അതൊരിക്കലും ആശ്വാസ്യകരമായിട്ടുള്ള ഒരു രീതിയല്ല, ഒരു തീരുമാനമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും സഹായവും ഒക്കെ ആവശ്യമാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.